ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് LGS മാത്സിൻ്റെ PYQ സീരീസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് 9ാമത്തെ ക്ലാസ് ആണ് നമ്മുടേത്. അതിൻ്റെ നമ്മുടെ LGS മാത്സ് എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റിൽ ആദ്യത്തെ 8 ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. എന്ത് ചെയ്യുക, മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ 20 നമുക്ക് മാത്സ് സ്കോർ ചെയ്യാൻ പറ്റും. LGS ലെവൽ മാത്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയ്ക്ക് ചുറ്റിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല. അതിലും അപൂർവമായിട്ടാണ് നമ്മൾ ഇത്രയെങ്കിലും ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ആ ഒരു 20 മാർക്ക് നിങ്ങൾ നന്നായിട്ട് സ്കോർ ചെയ്യണം. ഓക്കെ, അപ്പം നമ്മുടെ 245/23 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡാണ്. അതേപോലെ തന്നെ MEM നമ്മുടെ ഇംഗ്ലീഷ് മലയാളം മാത്സ് ആയിട്ട് നമ്മൾ ഡെയിലി ബൂസ്റ്റർ ചെയ്തിട്ടുണ്ട്. 71ഓളം ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഡെയിലി ബൂസ്റ്റർ എന്നൊരു പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കിക്കേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ഇത് ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, എങ്കിലും ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു തരാം. 5 square the whole square into 5 power 1 the whole square into 5 square the whole power 1 5 power 1 into 1 എന്നാണ് വന്നേക്കുന്നത്. ഓക്കെ, ഇനി ഇതിൽ നോക്കിക്കേ, ഇവിടെ നമുക്ക് ലോ ഓഫ് എക്സ്പോണൻസ്, കൃത്യംഗ നിയമങ്ങൾ എന്ന് പറഞ്ഞ് നമുക്ക് കുറച്ച് പഠിക്കാനുണ്ട്. അതായത് ഇത്രയേ ഉള്ളൂ. ആദ്യം തന്നെ പറയുന്നത് a power m the whole power n എന്നാണെങ്കിൽ നമുക്കതിനെ a power m into n എന്ന് നമുക്ക് റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മുടെ ഈ പറയുന്ന 5 സ്ക്വയർ ദി ഹോൾ പവർ സ്ക്വയർ എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റും? 5 സ്ക്വയർ ഇൻറ്റു 2 അങ്ങനെ എഴുതാൻ പറ്റും. അതായത് 5 പവർ 4 എന്നാണ്. സോ ഈ ക്വസ്റ്റിന് നമുക്ക് എങ്ങനെ എഴുതാം? 5 പവർ 4 ഇൻറ്റു ഇവിടെ എന്താണ് 2 ഇൻറ്റു 2 ചെയ്യുക, ഇവിടെ 1 ഇൻറ്റു 2 ചെയ്യുക. ഇവിടെ എത്ര വരും? 5 സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇവിടെ എന്ത് ചെയ്യണം? 2 ഇൻറ്റു 1, ഇവിടെ 1 ഇൻറ്റു 1. അവിടെ എത്രയാണ് വരേണ്ടത്? 5 സ്ക്വയർ ഇൻറ്റു 5 പവർ 1 എന്ന് വരും. ഓക്കെ, ഇനി എന്താണ് നമുക്കറിയാവുന്ന മറ്റൊരു ഐഡന്റിറ്റി എന്ന് പറയുന്നത്? 5 പവർ എം ഡിവൈഡഡ് ബൈ എ പവർ എം ഡിവൈഡ് ബൈ എ പവർ എൻ എന്ന് വന്നാൽ, ഡിവിഷൻ വന്നാൽ നമുക്കതിനെ എ പവർ എം മൈനസ് എൻ എന്ന് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കിക്കേ, ഇവിടെ മുകളിലും താഴത്തും ഒരേപോലെയാണ്. 5 സ്ക്വയർ ക്യാൻസൽ ആയി പോകും. ബാക്കി എന്താണുള്ളത്? 5 പവർ 4 ഡിവൈഡ് ബൈ 5 പവർ 1 ആണ്. സോ അതിനെ എങ്ങനെ റീപ്ലേസ് ചെയ്യാം? 5 പവർ 4 മൈനസ് 1, അതായത് 5 ക്യൂബ് ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. 5 ക്യൂബ് എന്ന് പറയുന്നത് 125 ആണ്. ഇവിടെ ഓപ്ഷനിൽ തന്നിട്ടില്ല, അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തത്? ക്യാൻസൽ ചെയ്തത്. നെക്സ്റ്റ് നോക്കാം. 10⁻6 ഡിവൈഡ് ബൈ 10 ക്യൂബ് എത്രയാണ്? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എ പവർ എം ഡിവൈഡഡ് ബൈ എ പവർ എൻ എന്ന് പറഞ്ഞാൽ നമുക്കതിനെ എ പവർ എം മൈനസ് എൻ എന്ന് എഴുതണം. ഇവിടെ എ കണ്ട ബേസ് എന്തായിരിക്കണം? സെയിം തന്നെയായിരിക്കണം. സോ ഇവിടെ എന്ത് വരും? 10⁻6 മൈനസ് 3 എന്ന് വരും. അതായത് 10 ക്യൂബ് എന്ന് വരും. 10 ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1000 ആണ്. ഓക്കെ, അതായത് 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1ഉം 2 പൂജ്യവും. 10 ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1ഉം 3 പൂജ്യവും. ഓക്കെ, ഇനി അതല്ല എങ്കിൽ നമുക്ക് ഇതിന് ഇങ്ങനെയെങ്കിലും എഴുതാം. മുകളിൽ ഇതിന്റെ മീനിങ് എന്താണ്? 10⁻6 എന്ന് പറഞ്ഞാൽ 10നെ നമ്മൾ എത്ര തവണ എഴുതിയിട്ടുണ്ട്? 6 തവണ എഴുതുന്നതിനെയാണ് നമ്മൾ ഈ പറയുന്ന 10⁻6 എന്ന് പറയുന്നത്. താഴെ എന്താണ്? 10നെ നമ്മൾ 3 തവണ എഴുതി. ഇവിടെ എന്ത് ചെയ്യാം? ഇതും കൂടി ക്യാൻസൽ ആയി പോകും. ബാക്കി എത്രയുണ്ട്? 10 ഇൻറ്റു 10 100, 100 ഇൻറ്റു 10 1000 ആണ്. ഉണ്ടോ? ഇങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഈ ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. നെക്സ്റ്റ് നോക്കാം. 1 മൈനസ് 1/4 എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെയിം നമുക്കിവിടെ എന്ത് ചെയ്യാം? 1 മൈനസ് 1/4 ഇവിടെ ക്രോസ് ചെയ്യുമ്പോൾ ഇവിടെ എത്ര വരും? 1 ഇൻറ്റു 4 4 മൈനസ് 1 ഡിവൈഡഡ് ബൈ 4 എന്ന് വരും. അതായത് ആൻസർ എത്ര വരും? 3/4 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ ചെയ്യാം? 1 മൈനസ് 1/4 ഇവിടെ താഴെ 1 ഉണ്ടല്ലേ, ഇവിടെ ഇൻറ്റു 4 ചെയ്താൽ നമുക്ക് എന്താ ഡിനോമിനേറ്റർ സെയിം ആക്കാം. 4 മൈനസ് 1 ഡിവൈഡ് ബൈ 4, അതായത് 3/4. ഓപ്ഷൻ ബി ആണ് ആൻസർ. 2.5 ഇൻറ്റു 2.5 എത്ര? 25 ഇൻറ്റു 25 എത്രയാണ്? അത് 625 ആണ്. ഇവിടെ എത്രയാണ്? പോയിന്റ് കഴിഞ്ഞ് ഇവിടെ ഒരു ഡിജിറ്റ് ഉണ്ട്, പോയിന്റ് കഴിഞ്ഞ് ഇവിടെയും ഒരു ഡിജിറ്റ് ഉണ്ട്. സോ നമ്മുടെ ആൻസറിൽ പോയിന്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ് വേണം. അപ്പോൾ ഇവിടെ എത്ര വേണം? പോയിന്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് 2 ഡിജിറ്റ് മാറ്റി പോയിന്റ് ഇട്ട് കൊടുക്കുക. ഇനി ഇവിടെ ഇങ്ങനെയായിരുന്നെങ്കിലോ, ഇവിടെ നമുക്ക് 2.5 ഇൻറ്റു 0.25 എന്നായിരുന്നെങ്കിൽ ആൻസർ എങ്ങനെ വന്നേനെ? ഇവിടെ ആൻസർ എത്രയാണ്? 625 വന്നേനെ. ഇവിടെ എത്രയാണ്? പോയിന്റ് കഴിഞ്ഞ് ഒരു ഡിജിറ്റ്, ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ്. സോ ടോട്ടൽ എത്ര വേണം? പോയിന്റ് കഴിഞ്ഞ് 3 ഡിജിറ്റ് വേണ്ടി വന്നേനെ. സോ ഇവിടെ ആൻസർ എങ്ങനെ വരും? 0.625 എന്ന് വന്നേനെ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 3 + 8 ഇൻറ്റു 8 ഡിവൈഡ് ബൈ 10 ഇൻറ്റു 10 എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമുക്ക് എന്താണ്? ബോർഡ് മാസ് ആണല്ലേ അപ്ലൈ ചെയ്യേണ്ടത്.
ഇൻറ്റു 8 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 10 എന്ന് വരുന്നത്. ബോർഡ് മാസ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കിവിടെ എന്താണ് വരേണ്ടത് നോക്കിക്കേ. ഫസ്റ്റ് തന്നെ ഡിവിഷൻ ആണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ എന്ത് വരും? 3 പ്ലസ് 8 ഇൻറ്റു 8/10 നമുക്ക് ഇങ്ങനെ എഴുതി വെക്കാം, ഇൻറ്റു 10 എന്ന് വരും. ഇനി എന്താ മൾട്ടിപ്ലിക്കേഷൻ ആണല്ലോ ചെയ്യേണ്ടത്. സോ 3 പ്ലസ് ഇവിടെ എന്താണ്, ഈ 10ഉം 10ഉം കൂടി ക്യാൻസൽ ആയി പോകും. 8 ഇൻറ്റു 8 64 ആണ്. 64ഉം 3ഉം 67 ആണ്. പക്ഷേ PSC ആൻസർ കീലി സി ആണ് തന്നിരിക്കുന്നത്. എങ്ങനെ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ആ സിയിലേക്ക് എത്താനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഇതിൽ എനിക്ക് കിട്ടുന്ന ആൻസർ 67 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 1.6 കിലോമീറ്റർ എന്നത് എത്ര മൈലാണ്? അതായത് 1.609 സംതിങ് ആണ് വരുന്നത് 1 മൈൽ എന്ന് പറയുന്നത്. ഒന്ന് പഠിച്ചു വെക്കണേ. അതായത് ഇവിടെ 1.6 റൗണ്ട് ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്. സോ 1.6 എന്ന് പറയുന്നത് 1 മൈലാണ്. അത് തിരിച്ച് ചോദിക്കാറുണ്ട്. 1 മൈല് ഈ സമം എത്ര കിലോമീറ്റർ ആണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ പഠിച്ചു വെക്കുക. 1.609 ആണെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കണം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 1.75ന്റെ ഭിന്നസംഖ്യാരൂപം എഴുതുക. ഭിന്നസംഖ്യാരൂപത്തിലേക്ക് മാറ്റാൻ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ചെയ്യേണ്ടത്. ഇവിടെ എത്രയാണ്? 175 അങ്ങ് എഴുതുക. ഡിവൈഡഡ് ബൈ പോയിന്റ് കഴിഞ്ഞ് എത്ര ഡിജിറ്റ് ഉണ്ട്? 2 ഡിജിറ്റ് ഉണ്ട്. സോ 2 0 അങ്ങ് ഇട്ട് കൊടുക്കുക. ഓക്കെ, 1ഉം 2 0ഉമാണ്. ഓക്കെ ആണല്ലോ. ഇനി ഇതിന്റെ ഭിന്നസംഖ്യാരൂപം എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് 25 കൊണ്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതാനായിട്ട് പറ്റും? ഇവിടെ 25 എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര തവണയാണ്? 7 തവണയാണ്. ഇവിടെ 4 തവണയാണ്. സോ ഇവിടെ ആൻസർ വരേണ്ടത് 7/4 ആണ്. ഇനി ഇതല്ല എങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 1 പ്ലസ് 0.75 എന്ന് എഴുതിക്കൂടെ? അപ്പോൾ ഇവിടെ എത്ര വരും? 1 പ്ലസ് ഇവിടെ എത്രയാണ്? 0.75 എന്ന് പറയുന്നത് നോർമലി നമുക്ക് ഇവിടെ എന്ത് എഴുതാനായിട്ട് പറ്റും? അല്ലേ? 0.75 എന്ന് പറയുന്നത് 75/100 ആണ്. ഓക്കെ, അതായത് 100, ഇവിടെയും തിരിച്ചങ്ങനെ തന്നെ വരും അല്ലേ? 1 പ്ലസ് ഇവിടെ നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ എത്ര വരും? 3/4 എന്ന് വരും. ഇനി ക്രോസ് ചെയ്തിട്ട് 1 ഇൻറ്റു 4 4, 4 പ്ലസ് 1 4 പ്ലസ് 3 7, 7/4 വരും. ഇങ്ങനെയും ചെയ്യാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടുത്തെ ആൻസർ എത്രയാണ്? 7/4. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. 80% ഡാഷ് ഭിന്നസംഖ്യയ്ക്ക് തുല്യമാണ്. 80% എന്ന് പറയുന്നത് എത്ര ഭിന്നസംഖ്യ എന്ന് ചോദിച്ചാൽ ഡിവൈഡ് ബൈ 100 ചെയ്താൽ മതി. 0 0 കട്ടായിപ്പോൾ ഇവിടുത്തെ ആൻസർ എത്ര വന്നു? 8/10 വന്നു. അഗെയിൻ നമുക്കിതിനെ 2 കൊണ്ട് കട്ട് ചെയ്യാം. സോ ആൻസർ എത്ര വരും? 4/5 വരും. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഒരു കച്ചവടക്കാരൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന 50% ആപ്പിളും വിറ്റു. ഇനി അയാളുടെ കയ്യിൽ 450 ആപ്പിൾ ഉണ്ട്. അതായത് 50% ആപ്പിൾ വിറ്റെങ്കിൽ ബാക്കി അയാളുടെ കയ്യിൽ എത്രയുണ്ട്? ബാക്കി 50% ഉണ്ടല്ലോ. ഇതാണ് ബാക്കിയുള്ളത്. അപ്പൊ ഈ 50% 450 ആണെങ്കിൽ 100% എന്ന് പറഞ്ഞാൽ അതിന്റെ ഇരട്ടിയാണല്ലോ. അപ്പൊ 100% എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? അതിന്റെ ഇരട്ടിയായ 900 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത് അല്ലേ? എൻ്റെ കയ്യിൽ 10 മിഠായി ഉണ്ട് ഇപ്പോൾ. അതായത് പറയുന്നത് എൻ്റെ കയ്യിൽ കുറേ മിഠായി ഉണ്ടായിരുന്നു. അതിൽ 50% ഞാൻ വിറ്റു. അതായത് ബാക്കി എൻ്റെ 10 എന്ന് പറഞ്ഞാൽ മൊത്തം എൻ്റെ കയ്യിൽ എത്ര ഉണ്ടായിരുന്നു? 20 ആയിരിക്കും. അതിൻ്റെ ഇരട്ടിയായിരിക്കും. ഈ ക്വസ്റ്റ്യൻ തന്നെ ഇങ്ങനെയും ചോദിക്കാറുണ്ട്. ചിലപ്പോൾ എൻ്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നതിൻ്റെ 20% ഞാൻ വിറ്റു, ബാക്കി ഇനി എൻ്റെ കയ്യിൽ 100 ആപ്പിൾ ഉണ്ട് എന്നൊക്കെ പറയുവാണെങ്കിൽ ബാക്കി എത്രയാണ്? ഈ 100 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 20% വിറ്റു. അപ്പോൾ ബാക്കി 100 എന്ന് പറയുമ്പോൾ 80 ആയിരിക്കും ബാക്കി 100 എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ക്രോസ് ചെയ്യണം. ഇവിടുത്തെ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ക്രോസ് ചെയ്യുമ്പോൾ 2 എണ്ണം ഉള്ളതിനെ മുകളിൽ എഴുതുക, 1 എണ്ണം ഉള്ളതിനെ താഴെ എഴുതി ഗുണിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരേണ്ടത്. 200ന്റെ 20% എത്ര? 200ന്റെ 10% എത്രയായിരിക്കും? 200ന്റെ 10% എന്ന് പറഞ്ഞാൽ 20 ആണ്. 10% അല്ലേ? അപ്പോൾ 20% എന്ന് പറഞ്ഞാൽ 20ന്റെ ഇരട്ടി എത്രയാണ്? 40 ആണ് അല്ലേ? അപ്പോൾ 20% എന്ന് പറഞ്ഞാൽ എത്ര വരും? 40 വരും. അതല്ല എങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 200 ഇൻറ്റു 20/100 ചെയ്യാം. 0 0 കട്ടാകും. 20 ഇൻറ്റു 2 40 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. അതായത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ എപ്പോഴും ഓർക്കുക. 370ന്റെ 10% എത്ര? എത്രയായിരിക്കും? ഈ ഒരു 0 അങ്ങ് മാറ്റിയാൽ മതി. സോ 37 ആണ് 370ന്റെ 10% എന്ന് പറയുന്നത്. അതിൻ്റെ 20% കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 37ന്റെ ഇരട്ടി എടുത്താൽ മതി. ഓക്കെ, ആ ഒരു പാറ്റേണിലാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നെക്സ്റ്റ് നോക്കാം. വ്യത്യസ്തമായത് എഴുതുക. ട്രിവാൻഡ്രം, കണ്ണൂർ, കൊല്ലം, മൂന്നാർ. ഏതായിരിക്കും? ട്രിവാൻഡ്രം എന്ന് പറയുന്നത് ഒരു ജില്ലയാണ്, കണ്ണൂർ ജില്ലയാണ്, കൊല്ലം ജില്ലയാണ്. മൂന്നാർ എന്ന് പറയുന്നത് ഇടുക്കിയിലെ ഒരു സ്ഥലമാണ്. സോ ഇവിടെ ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നിശ്ചിത കോഡ് ഭാഷയിൽ മലപ്പുറം NBM QQ VSBM എന്ന് എഴുതിയിരിക്കുന്നു. ആ കോഡ് ഭാഷയിൽ കാസർഗോഡ് എന്ന് എങ്ങനെ എഴുതാം?
ഇവിടെ നമ്മൾ നോക്കിക്കേ, മലപ്പുറം നമുക്ക് എഴുതി നോക്കാം. MALAPPURAM, മലപ്പുറം. ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് എൻ ആണ്. എം കഴിഞ്ഞ് എൻ ആണ്, എ കഴിഞ്ഞ് ബി ആണ്, എൽ കഴിഞ്ഞ് എം ആണ്, എ കഴിഞ്ഞ് ബി, പി കഴിഞ്ഞ് ക്യൂ, യു കഴിഞ്ഞിട്ട് എന്താണ് വി, ആർ കഴിഞ്ഞ് എസ്. നമ്മൾ ഈ ഒരു പാറ്റേണിൽ അങ്ങ് കുറച്ച് നമ്മളങ്ങ് നോക്കും, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ദേ, അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ കാസർഗോഡ് എന്ന് പറയുന്നതിനെ നമ്മൾ നേരെ എന്തെഴുതും? കെ കഴിഞ്ഞ് എൽ, എസ് കഴിഞ്ഞിട്ട് കെ എ അല്ലേ കാസർഗോഡ്, കെ എ കഴിഞ്ഞിട്ട് ബി, എസ് കഴിഞ്ഞ് ടി, എ കഴിഞ്ഞ് ബി വരും, ആർ കഴിഞ്ഞ് എസ് വരും, ജി കഴിഞ്ഞ് എച്ച് വരും, ഒ കഴിഞ്ഞ് പി വരും, ഈ ഡി കഴിഞ്ഞ് നമ്മൾ നേരെ ഈ എഴുതി വെക്കും. ദേ, നമുക്ക് ആൻസർ കിട്ടാൻ പോകുന്നത് ഓപ്ഷൻ സി ആയിരിക്കും. പക്ഷെ ഇവിടെ നോക്കിക്കേ, ഇവരിവിടെ എമ്മിന് പകരം എം തന്നെയാണ് എഴുതിയിരിക്കുന്നത്. സോ ഇവിടെ ഡിക്ക് പകരം ഡി തന്നെ വേണം എഴുതാൻ. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഇവിടുന്ന് ഞാൻ ഇത് ഇത്രയും നോക്കിയിട്ട് ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഫുൾ ആൻസർ ആദ്യം വർക്കൗട്ട് ചെയ്തിട്ടാണ് ഫൈനൽ ആൻസർക്ക് ആയിട്ടൊന്ന് ക്ലോസ് ചെയ്യുന്നത്, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നറിയാം. അപ്പോൾ നോക്കിയപ്പോൾ ഈ ആൻസർ തെറ്റാ. അപ്പോൾ നോക്കിയപ്പോഴാണ് എനിക്കത് പെട്ടെന്ന്, കാര്യം അത്രയും നമ്മൾ ശരിക്കും അത് പരീക്ഷാ ഹാളിൽ നിന്ന് ചെയ്യുവാണെങ്കിൽ നമ്മളിത് ഇവിടം വരെയൊക്കെ നോക്കുമ്പോഴേക്കും ആ ഒരു പാറ്റേൺ നമുക്ക് മനസ്സിലാവും, നമ്മൾ നേരെ പോയി അടുത്തടുത്തേക്ക് പോകും. പക്ഷെ നോക്കിക്കേ, ബാക്കി എല്ലാം സെയിം ആയി. ഈ ഒരു ഒറ്റ ലെറ്ററാണ് അവർ എന്ത് ചെയ്തിരിക്കുന്നത്? ചേഞ്ച് വരുത്തിയിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 15-66-250 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഇതൊരിത്തിരി നമുക്ക് ആലോചിച്ചെടുക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇത്തിരി ടെസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. 1-5 1 കഴിഞ്ഞിട്ട് നമ്മളിവിടെ എന്താ ചെയ്തിരിക്കുന്നത്? 5ലേക്ക് എത്താനായിട്ട് നമ്മൾ ചെയ്തു. ഇവിടെ എന്ത് ചെയ്തു? 1 ഇൻറ്റു ഇവിടെ എന്ത് ചെയ്തു? 1 + 4 ചെയ്തു. ഓക്കെ, അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? 5 കിട്ടിയത്. ഇനി രണ്ടാമത്തെ നമ്പർ നോക്കാനായിട്ട് നമുക്ക് ഇങ്ങനെ നോക്കാം. 2 ഇൻറ്റു 2 + 4 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 2 + 4 അല്ലല്ലോ, ഇവിടെ 5 അല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ 5 + 4 വേണേ. 5 + 4 ഈ നമ്പറാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് 2 ഇൻറ്റു 9 18 വരണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 18 ആൻസർ വരേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്കി നോക്കണ്ടേ? ബാക്കി എന്താണ്? 1 ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് 1 ഇൻറ്റു 1 + 4 5. അടുത്ത വന്നിരിക്കുന്നത് 2 ഇൻറ്റു ഇവിടുത്തെ നമ്പറാണ് 5 + 4 18 എന്ന് വന്നു. നെക്സ്റ്റ് ആണെങ്കിൽ ഇവിടെ എന്ത് വരണം? 3 ഇൻറ്റു 18 + 4 എന്നാണ് വരേണ്ടത്. 18 4 എത്രയാണ്? 22. 22 ഇൻറ്റു 3 66 ആണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വരേണ്ട എന്താണ്? 4 ഇൻറ്റു ഇവിടെ എത്ര വരണം? 66 + 4 66 4 70. 70 ഇൻറ്റു 4 280. ഈ ഒരു പാറ്റേണിലാണ് പോയിരിക്കുന്നത്. സോ ആൻസർ വരേണ്ടത് ഓപ്ഷൻ ബി 18 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ABCCDEGHI ഇവിടെ തന്നിരിക്കുന്നു. നോക്കിക്കേ, ABC സിയിൽ നിർത്തിയിട്ട് എന്ത് ചെയ്തു? സിയിൽ തന്നെ തുടങ്ങി. CDE അടുത്ത അപ്പോൾ എന്തായിരിക്കണം? ഇയിൽ നിർത്തിക്കഴിഞ്ഞാൽ EFGയിൽ നിൽക്കണം. ജിയിൽ നിർത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ജിയിൽ തുടങ്ങണം. GHI. സോ നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത് EFG ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 10 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 5 പ്ലസ് 5 മൈനസ് 2 ആണ് വരേണ്ടത്. ഓക്കെ, അതിന് ലഘൂകരിക്കാൻ ബോർഡ് മാസ് തന്നെയാണ് അല്ലേ വരേണ്ടത്. ഈ ക്വസ്റ്റ്യനും എന്ത് ചെയ്തിട്ടുണ്ട്? ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. 10 ഇൻറ്റു 4 ഡിവൈഡ് ബൈ 5 നമുക്ക് ഇങ്ങനെ എഴുതി വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഡിവിഷൻ കഴിഞ്ഞ് പ്ലസ് 5 മൈനസ് 2. ഇവിടെ എന്താണ് വരേണ്ടത്? ഈ 5ഉം ഈ 10ഉം കൂടി കട്ടായി പോകും. എത്ര തവണ? 2 തവണ. 4 ഇൻറ്റു 2 8. 8 പ്ലസ് 5 മൈനസ് 2 എന്ന് വരും. 8ഉം 5ഉം കൂടി കൂട്ടിയാൽ എത്ര വരും? 13 മൈനസ് 2 11 ആൻസർ ആയിട്ട് വരേണ്ടിയിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? DEHL എന്ന് തന്നിട്ടുണ്ട്. അതിൻ്റെ എന്താണ് നെക്സ്റ്റ്? ഇത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ P ഉണ്ട്, H ഉണ്ട്, Q ഉണ്ട്, I ഉണ്ട്. അപ്പം നമുക്ക് ആദ്യം നോക്കാം. ഡി കഴിഞ്ഞ് ഇവിടെ എന്താണ്? തൊട്ടടുത്ത നമ്പറാണ് എന്തെന്ന് പറയുന്നത്? E എന്ന് പറയുന്നത് അല്ലേ? E കഴിഞ്ഞിട്ട് എന്താണ്? അതായത് ഡിയുടേത് 4 ആണ്, ഇയുടേത് എത്രയാണ്? 5 ആണ്. ഇനി അടുത്തേതാണ്? H എന്ന് പറയുന്നത് 8 ആണെന്ന് നമുക്കറിയാം. 8ാമത്തെ നമ്പറാണ്. L എന്ന് പറയുന്നത് 12ാമത്തെ നമ്പറാണ്. നോക്കിക്കേ, ഇവിടെ നമുക്കറിയാം ഇത് മൈനസ് ചെയ്യുമ്പോൾ 1 കിട്ടി, ഇത് മൈനസ് ചെയ്യുമ്പോൾ 3 കിട്ടി, ഇത് മൈനസ് ചെയ്തപ്പോൾ 4 കിട്ടി. ഇവിടെ നമുക്ക് അതിന് പ്രത്യേകിച്ചൊരു പാറ്റേൺ ഒന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. നേരെ നമുക്കൊന്ന് ഇത് തമ്മിൽ കുറച്ച് നോക്കാം.
അതായത് ശരിക്കും ഈ ഒരു സ്റ്റെപ്പേ ഉള്ളൂ കേട്ടോ. ഇത് നമ്മൾ കുറച്ച് നോക്കുമ്പോൾ എന്ത് വരും? 1 3 കുറച്ചാൽ നമുക്കിവിടെ 2 കിട്ടും, 4 3 കുറച്ചാൽ നമുക്കിവിടെ 1 കിട്ടും. ഇവിടെ നമുക്കൊരു ഡിക്രീസിങ് സീക്വൻസ് ആയിട്ട് പോകുന്നുണ്ട്, 2 1. സോ നമുക്ക് അടുത്ത് എത്ര വേണം? അതിന് മുമ്പ് എത്ര വേണം? 0 വേണം. 0 വേണമെങ്കിൽ ഇവിടെയും എത്രയായിരിക്കണം? 4 ആയിരിക്കണം. ഇവിടെ 4 വേണമെങ്കിൽ 12ഉം 14ഉം 12ഉം 4ഉം കൂടി കൂട്ടി 16ാമത്തെ ടേമായ പി ആയിരിക്കണം ഇവിടെ വേണ്ടത്. സോ ആൻസർ ഇവിടെ വരേണ്ടത് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഇങ്ങനെ 2 ക്വസ്റ്റ്യൻസ് ആണ് നമുക്കിവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത്തിരി ടഫായിട്ട്, അതായത് നമുക്കൊന്ന് സമയം കളയുന്ന വിധത്തിൽ തന്നിട്ടുണ്ടായിരുന്നത്. ഡോറ് വുഡ് ആണെങ്കിൽ, നമ്മുടെ വാതിലുണ്ടാക്കാൻ മരമാണെങ്കിൽ വീടുണ്ടാക്കാൻ പെന്ന്, വിൻഡോ, പെൻസിൽ, സിമെന്റ്, ഏതായിരിക്കും? സിമെന്റ് ആയിരിക്കണം വേണ്ടത്. വ്യത്യസ്തമായത് കണ്ടെത്തുക. 88 61 95 73. ഇതെന്ന് പറയുന്നത് ഓഡ് നമ്പർ ആണ്, ഒറ്റ സംഖ്യയാണ്. ഇതൊറ്റ സംഖ്യയാണ്, ഇതൊറ്റ സംഖ്യയാണ്. ഇത് മാത്രമാണ് ഇവിടെ ഇരട്ട സംഖ്യയായിട്ട് വരുന്നത്. 12 14 16 2 കൂട്ടിയാണ് എഴുതിയിരിക്കുന്നത് അല്ലേ? സിമ്പിൾ ആണിത്. സോ നെക്സ്റ്റ് എത്രയായിരിക്കണം വരേണ്ടത്? 18. ഓപ്ഷൻ സി ആണ്. -12ൽ നിന്നും -10 കുറയ്ക്കുക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ -12ൽ നിന്നും -10 കുറയ്ക്കുക എന്ന് എഴുതി വെക്കരുത്, ഇത് തെറ്റാണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഞാൻ പറയുകയാണ്, 10ൽ നിന്നും 2 കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? 10 - 2 എന്ന് എഴുതും. അതേപോലെ തന്നെ -12ൽ നിന്നും -10 കുറയ്ക്കുക, ഇതാണ് അതിൻ്റെ ലോജിക്ക്. -12 മൈനസും മൈനസും അടുപ്പിച്ച് വന്നാൽ അത് പ്ലസ് ആയിട്ട് മാറും. 1 മൈനസും 1 പ്ലസും ആണെങ്കിൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ സൈൻ. സോ ആൻസർ ഇവിടെ എത്ര വരണം? -2 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ 20 ക്വസ്റ്റ്യൻസ്. വളരെ വലിയ പാടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നില്ല. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്